അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം എന്നിവയ്ക്ക് വേണ്ടിയുള്ള നോട്ട്സാണ് ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. മൊത്തത്തിൽ ക്ലാസ് നോക്കിയാൽ ഇന്ന് 30ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഈ വീഡിയോയുടെ എല്ലാം കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സിൻ്റെ എല്ലാം ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ഒരു പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ആ നോട്ട്സ് എല്ലാം കേൾക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ 5ാം ഭാഗം ശ്രദ്ധിക്കുക. അതിനു മുമ്പായി ഒരു കാര്യം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. PSC സംബന്ധമായിട്ടുള്ള PSC എക്സാമിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സാണ് ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലൊരു ബെല്ലൈക്കനുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഞാൻ ആ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോട്ട്സിലേക്ക് കിടക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ, സക്കറിയയുടെ ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയാണ് വിധേയൻ എന്ന സിനിമ നിർമ്മിച്ചത്? സക്കറിയയുടെ ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയാണ് വിധേയൻ എന്ന സിനിമ നിർമ്മിച്ചത്? ഉത്തരം ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും. ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഉത്തരം കോലത്തിരി രാജാവിൻ്റെ. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചാൽ ഉത്തരം കോലത്തിരി രാജാവിൻ്റെ. ഇന്ത്യയിലെ ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. രക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ഏതാണ്? രക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ഏത്? ഉത്തരം ആൻജിയോഗ്രാം. നട്ടെല്ലിൽ മരുന്ന് കുത്തിവച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാമാണ്. നട്ടെല്ലിൽ മരുന്ന് കുത്തിവച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാം. ശുദ്ധ രക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ആൻജിയോഗ്രാമും നട്ടെല്ലിൽ മരുന്ന് കുത്തിവച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാമുമാണ്. വ്യവസായ വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമ ഏതാണ്? മോഡേൺ ടൈംസ്. ഏതാണ്? മോഡേൺ ടൈംസ്. വ്യവസായ വിപ്ലവത്തെ മോഡേൺ ടൈംസ് ചെയ്ത ആദ്യ മലയാളി ആരാണ്? രാജ്യസഭാംഗമായി പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്ത മലയാളി സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. തെക്കേ ഇന്ത്യയുടെ ശില്പികൾ എന്നറിയപ്പെടുന്നത് പല്ലവന്മാരാണ്. തെക്കേ ഇന്ത്യയുടെ ശില്പികൾ എന്നറിയപ്പെടുന്നത് പല്ലവന്മാർ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ ആണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. കടൽ ജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? കടൽ ജലത്തിൻ്റെ pH മൂല്യം 8 ആണ്. കടൽ ജലത്തിൻ്റെ pH മൂല്യം 8. ആകാശം വളരെ ഇരുണ്ടും ഭൂമി നീല നിറമായും കാണുന്നു. ഇങ്ങനെ പറഞ്ഞ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ആകാശം വളരെ ഇരുണ്ടും ഭൂമി നീല നിറമായും കാണുന്നു. ഇങ്ങനെ പറഞ്ഞ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ആണ് ആകാശം വളരെ ഇരുണ്ടും ഭൂമി നീല നിറമായും കാണുന്നു എന്ന് പറഞ്ഞ ബഹിരാകാശ സഞ്ചാരി. ഏത് രാജ്യത്തെ പ്രസിഡന്റിൻ്റെ വേനൽക്കാല വസതിയാണ് ക്യാമ്പ് ഡേവിഡ്? ഏത് രാജ്യത്തെ പ്രസിഡന്റിൻ്റെ വേനൽക്കാല വസതിയാണ് ക്യാമ്പ് ഡേവിഡ്? ഉത്തരം അമേരിക്ക.
അമേരിക്ക. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ വേനൽക്കാല വസതിയാണ് ക്യാമ്പ് ഡേവിഡ് എന്ന് ചോദിച്ചാൽ ഉത്തരം അമേരിക്ക. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഒരേ ഒരു വനിത ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഒരേ ഒരു വനിത മാർഗരറ്റ് താച്ചർ. മാർഗരറ്റ് താച്ചർ ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഒരേ ഒരു വനിത. ഐതിഹ്യമാല രചിച്ചത് ആരാണ്? ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ജർമ്മനിയുടെ പഴയ പേരെന്താണ്? ജർമ്മനിയുടെ പഴയ പേര് പ്രഷ്യ എന്നാണ്. പ്രഷ്യ എന്നാണ് ജർമ്മനിയുടെ പഴയ പേര്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം ഏതാണ്? ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം ഗോതമ്പാണ്. ഗോതമ്പ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ചൈനയിലെ വൻമതിൽ. ചൈനയിലെ വൻമതിൽ. രോഗാണുക്കൾ മൂലം അല്ലാതെ വരുന്ന ഒരു രോഗമാണ് ക്യാൻസർ. രോഗാണുക്കൾ മൂലം അല്ലാതെ വരുന്ന ഒരു രോഗം ക്യാൻസറാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചൊക്കില അയ്യറാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചൊക്കില അയ്യർ. ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നി എന്ന് അറിയപ്പെടുന്നത് മിസൈലാണ്. ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നി എന്ന് അറിയപ്പെടുന്നത് മിസൈൽ. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ടിരുന്ന ആൾ ആരാണ്? ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ടിരുന്ന ആൾ ധ്യാൻ ചന്ദാണ്. ഉത്തരം ധ്യാൻ ചന്ദ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ഭരണാധികാരി റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ അറിയപ്പെടുന്ന ഭരണാധികാരി റോബർട്ട് ക്ലൈവ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 70mm സിനിമ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 70mm സിനിമ എറൗണ്ട് ദ വേൾഡ്. എറൗണ്ട് ദ വേൾഡ്. പ്ലാനിംഗ് കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ആരാണ്? പ്ലാനിംഗ് കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖ്. ദുർഗാബായ് ദേശ്മുഖ്. ബോക്സിംഗ് താരമായ മുഹമ്മദ് അലിയുടെ യഥാർത്ഥ നാമം എന്താണ്? ബോക്സിംഗ് താരമായ മുഹമ്മദ് അലിയുടെ യഥാർത്ഥ നാമം കാഷ്യസ് ക്ലേ. കാഷ്യസ് ക്ലേ എന്നാണ് ബോക്സിംഗ് താരമായ മുഹമ്മദ് അലിയുടെ യഥാർത്ഥ നാമം. സംഘകാലത്തിലെ ഏക കവയത്രി ആരാണ്? സംഘകാലത്തിലെ ഏക കവയത്രി ഔവയാർ. ഔവയാറാണ് സംഘകാലത്തിലെ ഏക കവയത്രി. ഔവയാർ. ചുവന്ന നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ചുവന്ന നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാമാണ്. ചുവന്ന നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം. മെർക്കുറിയുടെ ഭാരം അളക്കുന്ന യൂണിറ്റ് ഏത്? മെർക്കുറിയുടെ ഭാരം അളക്കുന്ന യൂണിറ്റ് ഫ്ലാസ്ക് ആണ്. ഫ്ലാസ്ക്. ഒരു ഫ്ലാസ്ക് എന്ന് പറയുന്നത് 34.5 കിലോഗ്രാമാണ്. ഒരു ഫ്ലാസ്ക് എന്ന് പറയുന്നത് 34.5 കിലോഗ്രാം. മെർക്കുറിയുടെ ഭാരം അളക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഫ്ലാസ്ക് ആണ്. ഒരു ഫ്ലാസ്ക് സമം 34.5 കിലോഗ്രാം. വിഷപ്പാമ്പുകളില്ലാത്ത രാജ്യം ഏതാണ്? വിഷപ്പാമ്പുകളില്ലാത്ത രാജ്യം മഡഗാസ്കർ ആണ്. ഏതാണ്? മഡഗാസ്കർ. ദി ഇൻസൈഡർ എന്ന പുസ്തകം രചിച്ച പ്രധാനമന്ത്രി ആരാണ്? ദി ഇൻസൈഡർ എന്ന പുസ്തകം രചിച്ച പ്രധാനമന്ത്രി PV നരസിംഹ റാവു. PV നരസിംഹ റാവു ആണ് ദി ഇൻസൈഡർ എന്ന പുസ്തകം രചിച്ച പ്രധാനമന്ത്രി. ലോകത്തിലെ ആദ്യ റിപ്പബ്ലിക് ഏതാണ്? ലോകത്തിലെ ആദ്യ റിപ്പബ്ലിക് സിറിയൻ ദ്വീപായ ആർവാർഡ്. സിറിയൻ ദ്വീപായ ആർവാർഡ് ആണ് ലോകത്തിലെ ആദ്യ റിപ്പബ്ലിക്. നാണയങ്ങളില്ലാതെ നോട്ടുകൾ മാത്രം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? നാണയങ്ങളില്ലാതെ നോട്ടുകൾ മാത്രം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം
പരാഗ്വേ ആണ് നാണയങ്ങളില്ലാതെ നോട്ടുകൾ മാത്രം ഉപയോഗിക്കുന്ന രാജ്യം. വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ്? വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് ആണ്. 1900 പാരീസ് ഒളിമ്പിക്സ് വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ആണ്. 1900 നടന്ന രണ്ടാമത്തെ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? 1900 രണ്ടാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. ഇത് നടന്നത് പാരീസിലാണ്. സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്? സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്? ഉത്തരം ദാദ്ര നഗർ ഹവേലി. സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ദാദ്ര നഗർ ഹവേലി. നോബൽ സമ്മാനം നേടിയ ഒരേ ഒരു റഷ്യൻ പ്രസിഡന്റ് ആരാണ്? നോബൽ സമ്മാനം നേടിയ ഒരേ ഒരു റഷ്യൻ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ് ആണ് നോബൽ സമ്മാനം നേടിയ ഒരേ ഒരു റഷ്യൻ പ്രസിഡന്റ്. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ലോക്സഭാ സ്പീക്കർ ആരാണ്? ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗിയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ലോക്സഭാ സ്പീക്കർ. ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ചിലി. ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ചിലി. തേനീച്ചമെഴുകിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സെറോട്ടിക് ആസിഡ്. തേനീച്ചമെഴുകിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സെറോട്ടിക്. ആനയുടെ ക്രോമസോം സംഖ്യ 56. ത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ഏതാണ്? നടക്കുന്ന സ്ഥലം ഹരിദ്വാറാണ്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള സ്ഥലം. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഈ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. നോട്ട്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ഈ നോട്ട്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പോലുള്ള PSC പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.